നിങ്ങളിങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് നേടിയെടുക്കുന്നു. 1 മില്യൺ ആളുള്ളപ്പോൾ നമ്മുടെ ലൈഫിനെ നമ്മൾ എന്തിനു മാറ്റി വെക്കണം? ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്തും ആവാം, പക്ഷെ അത് നിങ്ങളുടേത് മാത്രമായിരിക്കണം. ഹായ്, എല്ലാവർക്കും എൻ്റെ AMR ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നോക്കിയേ, അതിരാവിലെ തന്നെ കാഴ്ചയാണ്. നമ്മളിങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലൂടെ എന്താ പറയുക, ജിമ്മ് കഴിഞ്ഞിട്ട് പോണ വഴി കേട്ടോ. അപ്പോൾ ഞാൻ ഞാൻ നിങ്ങളോടൊക്കെ കാര്യം പറയാമെന്ന് വിചാരിച്ചത്, ഞാൻ ഭയങ്കര മടിയനും മടിയെന്ന് തന്നെ പറയാം. കാരണം എൻ്റെ ബോഡി കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഈ ബോഡിയിൽ ഇത്രയാക്കി ഞാൻ ഫുഡ് കഴിച്ച് സമയം തെറ്റി കഴിക്കലും, അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ഉച്ച വരെ കിടന്നുറങ്ങി ബാക്കിയുള്ള ടൈം നമ്മൾ വർക്ക് ചെയ്തിട്ടും, അതായത് പല സമയങ്ങളിൽ സമയം തെറ്റി കഴിച്ചിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്ത് എൻ്റെ ബോഡി ഇങ്ങനെ ബൾഗറായത്. അപ്പോൾ എനിക്ക് ഇത്രയും നാൾ എന്താ പറയുക, പിന്നെ വിഷയങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ എൻ്റെ പ്രായം കൂടിയോടുകൂടി, അതായത് എൻ്റെ സ്റ്റെബിലിറ്റി സ്ട്രെങ്ത്തൊക്കെ കുറയാൻ തുടങ്ങി. കാരണം ഞാൻ കൂടുതൽ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ 3-4 ദിവസമൊക്കെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് നൈറ്റ് ഡ്രൈവ് കൂടുതൽ വരുമ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഓടിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ പെർഫെക്റ്റ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന സമയത്ത് ഇപ്പോൾ സാഹചര്യത്തിൽ എന്താ പറയുക, ഒരു 11 മണിയാകുമ്പോഴേക്ക് നമ്മളെ പോലും അറിയാതെ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ ഉറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പോകണം. അപ്പോൾ ആ സാഹചര്യത്തിന് എതിരായിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ബോഡി വെയിറ്റ് കുറയും, ജിമ്മ് വർക്കൗട്ട് ചെയ്ത് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുക അല്ലാതെ വേറൊരു മാർഗ്ഗവും ഇല്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു ഇൻസ്പിറേഷൻ ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ആരെങ്കിലും, അതായത് മാതാപിതാക്കളായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആളുകളിൽ, അതായത് എന്താ പറയുക, വല്ല രോഗങ്ങളോ അതുപോലെ നിങ്ങളെ കൊച്ചുങ്ങൾ വല്ല അതായത് എന്താ പറയുക, ഒരു മൂകടെ അല്ല ആരോടും സംസാരിക്കാതിരിക്കുക, അല്ല ഒരു എന്താ പറയുക, അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 1 വീക്ക് താണ്ടി ജിമ്മിൽ വിട്ട് കഴിഞ്ഞാൽ, അത് അതിരാവിലെ 4 മണിക്ക് എണീച്ച് ഫ്രഷായി നമ്മൾ ജിമ്മിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പ്രഷനും ഭയങ്കര ബോഡി പവറും ബിൽഡപ്പും എല്ലാം, അതായത് നമുക്ക് വേറെ ലെവലിലേക്ക് തന്നെ നമ്മൾ മാറുന്നത്. പക്ഷേ ഒരാഴ്ച നമ്മൾ ശ്രമിക്കണം, മനസ്സറിഞ്ഞ് ഒരാഴ്ച ശ്രമിച്ചാൽ എനിക്ക് കിട്ടിയ എക്സ്പ്രഷൻ ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഭയങ്കര എന്താ പറയുക, ഒരു മോട്ടിവേറ്റ്, പക്ഷെ നമ്മളല്ലാതെ തന്നെ ആയിപ്പോകും. കാരണം 4 മണിക്ക് എണീച്ച് ഞാനിപ്പോൾ ഏകദേശം 2 ആഴ്ചയായി വർക്കൗട്ട് ചെയ്യുന്നു. 2 ആഴ്ചയിലുള്ള എനിക്ക് മാറ്റം, കാരണം എനിക്ക് ജോലി ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഉന്മേഷം, അത് എങ്ങനെ ഞാൻ പറഞ്ഞു തരുമെന്നറിയില്ല. അത് നോക്കി, നമുക്ക് എന്താ പറയുക, ഒരു വല്ലാത്തൊരു വൈബാണ്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഈ ഒരു അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയേക്കണേ. ഓക്കെ, അങ്ങനെ നമ്മൾ ജിമ്മിലൊക്കെ പോയി നടന്നത് വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഗ്രീൻ ടീ കഴിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അത്.